മലയാള സിനിമാ സംഗീതം MK അർജുനൻ മാസ്റ്റർ വോളിയം 3. കറുത്ത പൗർണമി എന്ന ആദ്യ സിനിമയിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കറുത്ത പൗർണമി കഴിഞ്ഞ ഉടനെ അടുത്ത സിനിമ അർജുനൻ മാസ്റ്റർക്ക് കിട്ടി. പക്ഷേ ആ സിനിമ റിലീസ് ചെയ്തില്ല. പിന്നീട് ചെയ്ത സിനിമയാണ് റെസ്റ്റ് ഹൗസ്. KP കൊട്ടാരക്കര നിർമ്മിക്കുന്ന റെസ്റ്റ് ഹൗസ് എന്ന സിനിമയ്ക്ക് പുതിയൊരു മ്യൂസിക് ഡയറക്ടറെ വെക്കാമെന്ന് നിശ്ചയിച്ചപ്പോൾ MK അർജുനന്റെ പേര് നിർദ്ദേശിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയായിരുന്നു റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിലെ പാട്ടുകൾ എഴുതിയത്. റെസ്റ്റ് ഹൗസിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി MK അർജുനന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ നിർമ്മാതാവ് KP കൊട്ടാരക്കര MK അർജുനനെ കുറിച്ച് ചെന്നൈയിൽ അന്വേഷിച്ചു. അപ്പോൾ MK അർജുനനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത് AR റഹ്മാന്റെ അച്ഛൻ RK ശേഖർ ആയിരുന്നു. അങ്ങനെ റെസ്റ്റ് ഹൗസ് എന്ന സിനിമയുടെ സംഗീത സംവിധായകനായി MK അർജുനനെ തീരുമാനിക്കുകയായിരുന്നു. സിനിമാ രംഗത്ത് അർജുനൻ മാസ്റ്ററെ ഏറെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പിയെന്ന് അർജുനൻ മാസ്റ്റർ ഓർമ്മിക്കുന്നു. അർജുനൻ മാസ്റ്റർ കമ്പോസ് ചെയ്താലേ ശ്രീകുമാരൻ തമ്പി പാട്ട് എഴുതൂ എന്ന് പറഞ്ഞിട്ടുള്ള മുഹൂർത്തങ്ങളും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളതായും എന്ത് കാര്യവും മുഖത്ത് നോക്കി പറയുന്ന വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പിയെന്നും അർജുനൻ മാസ്റ്റർ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ അർജുനൻ മാസ്റ്റർ ഏറ്റവും അധികം പാട്ടുകൾ ചെയ്തത് ശ്രീകുമാരൻ തമ്പിക്കൊപ്പമാണ്. മുത്തിലും മുത്തായ, സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ, 2 നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി, കുയിലിന്റെ മണിനാദം കേട്ടു, ചമ്പകത്തൈകൾ പൂത്ത, ചന്ദ്രക്കലമാനത്ത്, കസ്തൂരി മണക്കുന്നല്ലോ, 1000 അജന്ത, അങ്ങനെ ഒരു പിടി ഹിറ്റുകൾ MK അർജുനന്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും കൂട്ടായ്മയിൽ പിറന്നു. ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഹാർമണി ഇവരുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. കറുത്ത പൗർണമി മുതൽ നായിക വരെ 200ഓളം സിനിമകളിലായി ഏകദേശം 700 പാട്ടെങ്കിലും അർജുനൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ധാരാളം നാടക ഗാനങ്ങൾക്ക് വേണ്ടിയും സംഗീത സംവിധാനം നിർവഹിച്ചു അർജുനൻ മാസ്റ്റർ. നാടകവേദിയിലെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് 16 തവണ അർജുനൻ മാസ്റ്റർ സ്വന്തമാക്കി. സിനിമയ്ക്ക് ഇതുവരെ അവാർഡൊന്നും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് അർജുനൻ മാസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്: അവാർഡ് കിട്ടാത്തതിന്റെ സൂത്രം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവാർഡ് കമ്മിറ്റിക്ക് എന്നെ അറിയില്ലേ, എൻ്റെ പാട്ടുകളൊന്നും കേട്ടിട്ടില്ലേ. പിന്നീട് ഇതേ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയിൽ 1 വർഷം ജൂറി അംഗമായിരുന്നിട്ടുണ്ട് അർജുനൻ മാസ്റ്റർ. പിന്നീട് വിളിച്ചിട്ട് പോയില്ല. അർജുനൻ മാസ്റ്ററിന്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിക്കുന്നു: ഞാനൊരു പാവപ്പെട്ടവനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടിയതൊക്കെ വലിയ അംഗീകാരങ്ങൾ തന്നെയാണ്.